നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ ചെറുതാക്കി അരിഞ്ഞ് ചേട്ടായി വെച്ചിട്ടുണ്ട്. ഇതെന്ത് കുക്ക് ചെയ്യാനുള്ളത് ഏത് രീതിക്കാന്നുള്ളത് എനിക്കറിയത്തില്ല. അപ്പോൾ നമുക്ക് മാസ്റ്റർ ഷെഫിനോട് തന്നെ ചോദിക്കാം. ഒരു നാക്ക് ഞാൻ റോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നീ എടുത്ത നാക്കിങ്ങനെ കട്ട് ചെയ്ത് അല്ല, ഞാൻ നമ്മൾ സാധാരണ മനുഷ്യന്മാര് കട്ടാക്കുന്ന പോലെ കട്ടാക്കിയിട്ടാ ഞാൻ ആക്കിയത്. ചേട്ടാ ഇത് മോഡേൺ രീതിക്ക് എന്താണ്ട് ഇതെന്നിട്ട് എങ്ങനെ അലുവ കഷ്ണം പോലെ ഇങ്ങനെ തിന്നോ? ഇതിങ്ങനെ തന്നെ കഴിക്കുന്നത്. ഇച്ചിരി ഓയിലും ഒഴിച്ച് തുടങ്ങാം. സവോള ഇട്ട് തുടങ്ങാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ഉണ്ട്. ആ കൂടെ ഞാൻ പച്ചമുളക് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ബീഫിന്റെ സ്റ്റോക്കില്ല. ലേശം മഞ്ഞൾപ്പൊടി അവരെന്താ പറഞ്ഞു? മറ്റേ തമിഴിൽ അപ്പച്ചനും മഞ്ഞൾക്കായ മുളക് പൊടി കുറച്ച് വേണ്ട. മല്ലിപ്പൊടി ഇച്ചിരി മല്ലിപ്പൊടി. മസാല വലിയ താല്പര്യമില്ല. ഏതാണ് ഞാൻ പറഞ്ഞാൽ എനിക്ക് തന്നെ അങ്ങനെ കിട്ടാം. ഗരം മസാലയ്ക്ക് കൊപ്പില്ല, അതങ്ങനെ കിട്ടും. ഗരം മസാല ടെന്നിനകത്ത് എടുത്തിട്ടില്ല. മതി. ഇത് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചതിൻ്റെ അല്ലേ? ആക്കാന്ന് പറയുക കേട്ടോ. നല്ല മറ്റേ എന്നാ മീനായിരുന്നു? സാൽമൺ അല്ല, ഇത് ബീഫ് തന്നെ പറഞ്ഞു. പക്ഷെ ആക്കാന്ന് പറയുക. എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് ഇച്ചിരി കുരുമുളക് പൊടി. നമ്മളെന്തായാലും ഇതാ പാനിനകത്തിട്ട് ചെയ്യാൻ നേരത്ത് എന്തായാലും കുരുമുളക് പൊടി നന്നോടി ഇടുന്നുണ്ട്. നമുക്ക് അടച്ചു വെച്ചിട്ട് 2-3 വിസിലടിച്ചിട്ട് സെറ്റ് ആയതിനു ശേഷം നമുക്ക് ഒരു ചെറിയ പാനെടുത്ത് അതിനകത്തിട്ട് സെറ്റ് ചെയ്യാം. ഓക്കെ. സമയം വൈകിട്ട് 7:15. രാവിലെ സെറ്റ് ചെയ്ത് വെച്ച സാധനം ഇപ്പോഴാണ് നമ്മൾ തുറക്കാൻ പറ്റും. നല്ല സ്മെല്ലല്ലേ? ഇനി നമ്മളിത് ഇച്ചിരിയുടെ വേറെ കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടി ചേർത്തിട്ട് നാടൻ രീതിയല്ല. നാടൻ രീതി രാവിലെ ഉച്ചയ്ക്ക് നമ്മൾ കഴിച്ചല്ലോ. വേറെ കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടിയൊക്കെ തട്ടി നമുക്ക് വെറൈറ്റി ആയിട്ട് ഒന്നുകൂടി സെറ്റ് ചെയ്യാം. ഞാൻ പറഞ്ഞില്ല, നമ്മളൊരു വേറെ കുറച്ച് പരിപാടി കൂടി ആഡ് ചെയ്യുന്നത്. അപ്പം അതൊന്ന് സ്റ്റീം ചെയ്യാൻ വേണ്ടിയിട്ട് ഇച്ചിരി വെള്ളം എടുത്തിട്ട് മൂടി വെക്കണം. നമ്മുടെ ഒരു സ്വല്പം ബീൻസ്, കുറച്ച് ഉരുളക്കിഴങ്ങ്. ഇത് ജസ്റ്റ് ഒന്ന് സ്റ്റീം ചെയ്തിട്ട് സെറ്റായില്ലേ? വെന്തോന്ന് ചോദിച്ചാൽ വെന്തോ ഇല്ലേന്ന് ചോദിച്ചാൽ ഇല്ല അല്ലേ? ജസ്റ്റ് സംസാരിക്കണേ. ഓയിലില്ലാത്തോണ്ട് ഉള്ള ഓയിൽ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. ഇത് ശരിക്കും നമ്മൾ ഇസ്രായേലിലൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ. അപ്പോൾ സവോളയും ക്യാപ്സിക്കം കൂടി ഇട്ടൊന്ന് ജസ്റ്റ് ഒന്ന് സെറ്റാക്കാം. സോൾട്ട് ചെയ്ത് നാടൻ രീതിയിൽ ഉണ്ടാക്കിയായിരുന്നോ? ഇത് മോഡേൺ രീതിയിൽ ചേട്ടായിരുന്നു കുറച്ചും കൂടെ പെർഫെക്റ്റ്. രാവിലത്തെ എങ്ങനെ ഉണ്ടായിരുന്നു? രാവിലത്തെ നാടൻ ബീഫാണോ? എന്താണോ? നാക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? ആരും കഴിക്കാനായിരിക്കും, പക്ഷെ കഴിച്ചു നമ്മൾ കാണുമ്പോൾ ചെറിയ നേരം എൻ്റെ കൂട്ടുകാരത്തെ വിളിച്ചു.
അവൻ എന്നോട് കളിയാക്കി ചോദിച്ചു വേണ്ടി നിനക്ക് വീട്ടിൽ വേറെ ഒന്നും വെക്കാനില്ലാഞ്ഞിട്ടാണോ നീ നാക്ക് വെച്ചത്. പക്ഷേ കാണുമ്പോൾ നമുക്ക് എല്ലാവർക്കും അങ്ങനെ തോന്നും. പക്ഷെ എന്നാലും വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും സംഭവം വേറെ ലെവലായിരുന്നു. എന്നിട്ട് സംഭവം ടേസ്റ്റ്. അതെ, നമ്മളിത് പറയുന്നേ ഒന്നേ ഉള്ളൂ. നിങ്ങളിത് ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ ഓൾറെഡി അതിൻ്റെ കുറച്ച് വേദിക്കാൻ വെക്കാനൊക്കെ കുറച്ചും കൂടി ഇട്ടു. ഇനി നമ്മൾ ഇതിനകത്തേക്ക് നമ്മുടെ മെയിൻ സാധനം ഇടുക. ജസ്റ്റ് നമ്മളിപ്പം ചൂടാക്കണം, കാരണം തണുപ്പിക്കുന്നുണ്ട്. ഇത് ട്രൈ നമ്മൾ ഒത്തിരി ട്രൈ ആക്കിയാലേ ഒരു ചെറിയ ഒരു ജ്യൂസി പരിവാക്കും. സെമി ഗ്രേവി അല്ലേ? പോത്തർച്ചയല്ലേ രാവിലെ നമ്മൾ വെച്ച നാക്ക് ഒന്നാമത്തെ സാധനം ഇല്ല കേട്ടോ. ഇത് വേസ്റ്റ് ആക്കല്ലേ, മാറും ഓടും. ഇങ്ങനെ പൊക്കി നമ്മൾ ഇതിനകത്തേക്ക് ഇച്ചിരി കുരുമുളക് പൊടി മല്ലിയിലയും ഇട്ട് ആദ്യം പതക്കുന്ന എനിക്ക് ഇസ്രായേലിന് മറ്റേ എനിക്ക് ഷബാത്തിൻ്റെ ഫുഡ് ഓർമ്മ വരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബീൻസ് പുഴുങ്ങിയിട്ട് ജസ്റ്റ് വേറെ ഒന്നും വേണ്ട, കുരുമുളക് പൊടി ഉപ്പും ഇച്ചിരി എന്നിട്ട് ഒരു ഓയിലിൻ്റെ അകത്ത് ചെറുതായിട്ട് ഇതുപോലെ ഇതാക്കിയിട്ട് അതിനകത്തേക്ക് ഇച്ചിരി കുരുമുളക് പൊടി ഉപ്പ് ഇട്ടിട്ട് കഴിഞ്ഞാൽ നല്ല നല്ല ടേസ്റ്റാണ്. ബീൻസ് ഇങ്ങനെ ആവി കയറ്റി എടുക്കുന്നതിന് പകരം നിങ്ങൾക്ക് ഇത് വെള്ളത്തിൽ പുഴുങ്ങി എടുക്കാം കേട്ടോ, എന്നാലും ടേസ്റ്റ് ഉണ്ട്. ഇനി രാവിലെ ജീവന് ബീഫ് കഴിച്ചിട്ട് അല്ല നാക്ക് കഴിച്ചിട്ട് ജീവൻ പറഞ്ഞു വേറെ എന്തോ ഒരു സാധനം കൊണ്ടത്ര അടുത്ത സ്വതം ഉണ്ടാക്കണം. അതിനിട്ട് പതപ്പയോ പതപ്പാന്ന് പറയുന്ന എന്തോ സാധനം കൊണ്ടത്തരാം അത് ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് കേക്ക് വേണം കണ്ടിട്ടില്ല. അത് കൊണ്ടുവന്ന് കഴിയുമ്പോൾ അറിയാം നല്ല എന്നത് കിട്ടുന്നതെന്ന് അറിയത്തില്ല. 2 ദിവസം കൊണ്ട് ഇന്ന് പതപ്പ് കിട്ടുവാണെങ്കിൽ നാളെ അതുകൊണ്ട് ഉണ്ടാക്കും. അത് കഴിഞ്ഞ് നമ്മൾ ഇറച്ചിയുടെ പരിപാടികൾ കുക്കിംഗ് പരിപാടികളൊക്കെ ഉള്ളത്. നമ്മളിനി ഓണവിശേഷങ്ങളാണ് അടുത്ത വീഡിയോ. നമ്മുടെ കുറച്ച് കുരുമുളക് പൊടി ടു ടേസ്റ്റ് അല്ലേ? ഇതിൻ്റെ കൂടി ഇനി എന്ത് കഴിക്കുമെന്ന് ഓർത്ത് ചപ്പാത്തി ബ്രെഡൊക്കെ ഇരിപ്പുണ്ട്. നമ്മളത് കഴിഞ്ഞിട്ട് എന്ത് കഴിക്കും, അത് കഴിക്കണോ വേറെ എന്തെങ്കിലും ചെയ്യണം എന്ന് ഓർത്തപ്പോഴത്തേനുണ്ട് താഴെ നിന്ന് മമ്മി കപ്പ ഒഴുകിക്കൊണ്ട് കപ്പയും ഇപ്പോൾ വേറെ ഒന്നും വേണ്ടല്ലോ. ഓക്കെ നോക്കട്ടെ. ഓ മൈ ഗോഡ്, ഞാനിത് അവരെ പറഞ്ഞൊരു അലുവ കഷ്ണം പോലെ ഇരിക്കുന്നു. നമുക്ക് എന്തായാലും കഴിക്കുന്ന ടേസ്റ്റ് നോക്കാം. എൻ്റെ കൂടെ പടപടിയെന്ന് 2 ചപ്പാത്തി കൂടി ചുട്ടെടുത്തുണ്ട്. ഇതിനകത്ത് ശരിക്കും റോൾ ചെയ്തിട്ട് കഴിക്കും. അങ്ങനെ പശുനാക്ക് ടേസ്റ്റ് ചെയ്യണം. ചൂടാ പൊന്നൈക്ക് തിന്നാൻ കൊള്ളൂല്ലോ മുന്നേ. അടുത്ത ടെസ്റ്റർ ഇച്ചിരി മാറ അടുത്ത ഇതാൾ വരുന്നുണ്ട്. ഉപ്പിൻ്റെ കുറവുണ്ടെങ്കിൽ ഞാൻ കഴിക്കല്. ഉപ്പിൻ്റെ ആർത്തി എന്താ ഉപ്പുണ്ടല്ലോ എനിക്ക് ഉപ്പ്
എന്ത് സാധാരണ ബീഫ് തിന്നുന്നതല്ലേ? ആ എനിക്ക് കൊടുത്തോ? അല്ല, ഇതൊരു മത്സരമാക്കി ഏറ്റെടുത്തേക്കോണം. ഇതെന്നത്? ചെറിയ മയോണൈസ് നെക്സ്റ്റ് വീഡിയോ കാണുന്നവർക്ക് ബൈ.